ഹായ് ഗൈസ്, ബോംബെയിൽ ഈ ഒരു കോളനി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ പോവാണ്. വിശ്വാസം വരുന്നില്ലല്ലേ? എനിക്ക് കണ്ടു നോക്ക്. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ 8ാമത്തെ ദിവസമാണ് ഇന്ന്. നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി എൻ്റെ ഈ യാത്രയ്ക്ക് പിന്നിൽ മറ്റൊരു ദേശം കൂടിയുണ്ട്. രോഗങ്ങൾ കൊണ്ട് വിയർപ്പുമുട്ടുന്ന ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുക, ഒപ്പം രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമായ മലിനമായ ഇന്ത്യൻ നഗരങ്ങൾ വൃത്തിയാക്കി കൊടുക്കുക എന്നതുമാണത്. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ബോംബെ നഗരത്തിലെ ലോക്മാന്യ തിലക് ടെർമിനൽ എന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി നടക്കുന്ന നടപ്പാതയിലാണ് ഇങ്ങനെയൊരു കാഴ്ച കണ്ടത്. ഫ്ലൈ ഓവറിന് താഴെ കമ്പുകളിൽ സാരി കൊണ്ട് കെട്ടിത്തിരിച്ച് വീടെന്ന സ്വയം വിദ്യയാൽ 100ലേറെ ആളുകൾ കഴിയുന്ന ഒരു ചേരി. ചുറ്റിനും മാലിന്യ കൂമ്പാരങ്ങൾ, സഹവാസികളായി എലികളും മറ്റ് ഇഴജന്തുക്കളും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആരോഗ്യമെന്നാൽ ശുചിത്വമാണ്. അതുകൊണ്ട് തന്നെ 100ഓളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ വൃത്തിഹീനമായ ചേരി ഇന്ന് ഞാൻ വൃത്തിയാക്കി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ അവരോട് തന്നെ അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിച്ചത്. സ്ത്രീകളും കുട്ടികളും അടക്കം 100ലേറെ ആളുകൾ കഴിയുന്ന ഈ ചേരിയിൽ കുളിമുറികളോ ടോയ്ലറ്റുകളോ എന്തിനേറെ കുടിവെള്ളം പോലും കിട്ടാനില്ല. സർക്കാരുകളുടെയും മറ്റും വലിയ അനാസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വല്ലപ്പോഴും കുറച്ച് റേഷൻ എത്തിച്ചു കൊടുക്കുമെന്നല്ലാതെ മറ്റൊന്നും അവർ ചെയ്യാറില്ല. ഏകദേശം 10 വർഷത്തോളമായി ഇവരിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. 10 साल ഇത്രയും വൃത്തിഹീനമായ സ്ഥലത്ത് കഴിയുന്നത് കൊണ്ട് തന്നെ സ്കിൻ ഡിസീസ് കൊണ്ട് മല്ലിടുന്നവരാണ് ഇവിടുത്തെ കുട്ടികളും മറ്റും. ഇതെല്ലാം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇന്ന് ഈ വലിയ ചേരി വൃത്തിയാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാട്ടിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ രോഗികൾക്കായി ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഞാൻ കയ്യിൽ കരുതിയിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ സേഫ്റ്റി നോക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൗസും മാസ്കും ഞാൻ ആദ്യം തന്നെ എടുത്തു. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ചേരിയുടെ വൃത്തിഹീനമായ അവസ്ഥ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. പിള്ളേരൊക്കെ ഓടിക്കളിങ്ങിയ സ്ഥലമാണ്. നോക്കിയ കുപ്പിച്ചിലൊക്കെയാണ് ഇതിനകത്ത് കിടന്ന് കിട്ടണത്. രാത്രിയിൽ ഇവർ കിടന്നുറങ്ങുന്ന വീടാണിത്. എന്തുമാത്രം വേസ്റ്റ് ആണെന്ന് നോക്കിക്കേ. ഇതും നമ്മളിന്ന് വൃത്തിയാക്കി കൊടുക്കും. നമ്മളെ സഹായിക്കാൻ എത്തിയ കുട്ടിപ്പട്ടാളങ്ങളാണിത്. ഇവർക്ക് പ്രതിഫലമായി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് ചിപ്സ് കൂടെ ഞാൻ ഇവർക്ക് കൊടുത്തു. ചേരിക്കുള്ളിലെ ഒരു ഏരിയയിൽ നിന്നും മാത്രം ശേഖരിച്ച വേസ്റ്റാണിത്. എന്തുമാത്രം വേസ്റ്റ് ഇടയിലാണ് ഇവർ കിടക്കുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവരുടെ വീടുകൾ വരെ വൃത്തിയാക്കി കൊടുത്തിട്ടാണ് നമ്മളിന്ന് അവിടുന്ന് പോകുന്നത്. മുൻപോട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമായി ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക.